വിശുദ്ധ കുർബാന കഴിഞ്ഞു. നമ്മൾ പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ പ്രഘോഷണ വേദിയാണ് നമ്മുടെയൊക്കെ തിരുനാൾ പ്രദക്ഷിണങ്ങൾ. അതുകൊണ്ട് എല്ലാവരും ഭംഗിയായി നല്ല രീതിയിൽ പ്രദക്ഷിണത്തിന് അണിനിരക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രദക്ഷിണം മനോഹരമാക്കാൻ എല്ലാവരും സഹകരിക്കുക. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പ്രദക്ഷിണത്തിനായിട്ട് അണിനിരക്കുക. പള്ളിപ്പെരുന്നാളാ, നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? വരാൻ വൈകും തോറും ശമ്പളവും വൈകും. ജോണേ, ഇതന്നെ കാശനി തീരാളേ. നല്ലൊരു പള്ളിപ്പെരുന്നാളായിട്ട് ആ പള്ളി പോയിരിക്കാനുള്ള ഓപ്പണിക്കൊണ്ടിരിക്കുന്നു. ഇയാളെ പോകുന്ന വഴിക്ക് പള്ളിയൊന്നും പൊളിച്ചുകൊണ്ട് പോകത്തില്ലല്ലോ. എനിക്ക് സൗകര്യമുള്ളപ്പോൾ ഞാൻ വരും. എന്നെ പള്ളി കൊണ്ടുവന്ന് നടക്കുന്ന കുറെ പൊലാടി മക്കള്. ഡി പോയിട്ടാ കണ്ണാടി തുറച്ചേ. ഗ്രൂപ്പ്, അതിനുശേഷം കൊടികൾ, കോപ്പിക്കുടകൾ, മുത്തുകുടകൾ മാറി മാറി വെക്കാനായിട്ട് ശ്രമിക്കുക. കൊടികളാണ് അതിനുശേഷം കോപ്പിക്കുടകളും മുത്തുകുടകളും ഇടകലർന്ന് അതോടൊപ്പം ഇടകലർന്ന് നൽകാനായിട്ട് ശ്രമിക്കുക. അത് കഴിയുമ്പോൾ കുരിശുകൾ അണിനിരക്കും. കുരിശുകളുടെ പിന്നിൽ ചേട്ടാ ഒരു ടീഷർട്ട് ഒന്ന്. സൈസ് എത്രയാ? സൈസ് എത്രയാന്ന്? ഒരു 32 എടുത്തോ. കളറോ? കുടി ഇഷ്ടമുള്ള കളർ എടുത്തോ. അഞ്ച് വെയിലത്തൊന്നും അങ്ങനെ ഇറങ്ങണ്ട കേട്ടോ. കളർ ശ്രദ്ധിക്കണം. ടോപ്പ് നല്ല രസമുണ്ട്. അല്ല അതല്ല, അയ്യോ ബ്ലൂ അല്ല ബ്ലാക്ക്. അല്ല മറ്റേ നോക്കി അടിയിലെ. അത് വേണ്ട, വേറെ മതി. പതിയെ തിരഞ്ഞാൽ മതി. എന്തിന് ഇത്ര തിരക്ക്? അതെടുത്തോ അത് മതി. പോയിട്ട് വരാം. എത്ര ചേട്ടാ? ഹൃദയത്തിൽ പേറിക്കൊണ്ട് ജീവിക്കുന്നവരാകുവാൻ നമുക്ക് സാധിക്കണം. 231. അവളുടെ ചെറിയ ജീവിതത്തിന്റെ അകത്ത്, അവളുടെ ആ ചെറിയ മതിൽക്കെട്ടിന്റെ അകത്ത്, അവളുടെ ആ കന്യാസ്ത്രീ മഠത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട്
ഈ അഗ്നി ഹൃദയത്തിൽ ദാ. കയറി ലോകത്തിലുള്ളവർക്കും വേണ്ടി ഒരുപാട് എന്റെ ഏട്ടാ ഒന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നല്ലേ ഏട്ടാ. നീ ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ പൈസ. സമൂഹത്തിൽ നമ്മൾ കുറച്ചുകൂടെ ക്രിസ്ത്യാനികളാവണം. നമ്മൾ കുറച്ചുകൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരാണ്. ഈശോ എന്റെ രക്ഷകനെന്ന് ഏത് ജനതയുടെ മുമ്പിൽ നിന്നും പ്രഖ്യാപിക്കാൻ കഴിവുള്ളവരാകണം. അഞ്ജുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറേ പച്ച. വിശുദ്ധ ബൈബിൾ കയ്യിൽ വെക്കുന്നതിൽ അഭിമാനമുള്ളവരാവണം. വചനം അറിയുന്നതിൽ സന്തോഷമുള്ളവരാവണം. സഭയെ സ്നേഹിക്കുന്നതിൽ സന്തോഷമുള്ളവരാകണം. അങ്ങനെ മാത്രമേ കത്തോലിക്ക സഭ ഇവിടെ മുമ്പോട്ട് ജീവിക്കുകയുള്ളൂ. ഈ സഭ തളരുന്നതിന്റെ ഉത്തരവാദികൾ നമ്മളാണ്. വ്യക്തിപരമായി നാം ഓരോരുത്തരും നമ്മുടെ കർമ്മങ്ങൾ നന്നായി ചെയ്യാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മങ്ങലുകളും ഉണ്ടാവുന്നത്. വേഗം വേണം. തിരുനാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് ആ പ്രാദേശിക സഭയുടെ ആഘോഷമാണ്. അത് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ സഭയിൽ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ സകലരെയും സ്നേഹിക്കുന്നവരാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വിശ്വാസം നമുക്ക് പരിശ്രമിക്കാം. അഭിമാനത്തോടുകൂടെ ഈശോ എന്റെ രക്ഷകനാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാം. അഭിമാനത്തോടുകൂടെ സഭ എന്റെ ജീവിതത്തിൽ എനിക്ക് അമ്മയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാനും നമ്മുടെ വിശ്വാസം നമുക്ക് പങ്കുവെക്കാനും സാധിക്കട്ടെ. ഇന്നലെ ഈ +2 പഠിക്കുന്ന കുട്ടി വളരെ കൂളായിട്ട് എന്ത് പറയുകയുണ്ടായി. അതിപ്പം ഞാനിപ്പോൾ ഇങ്ങനെ അപ്പൻ്റെ അമ്മയിൽ നിന്നൊക്കെ ജനിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ വിശ്വാസിയായിരുന്നു. അതിപ്പോൾ എൻ്റെ കൊച്ച് ഇനിയും അതിൻ്റെ പ്രായം തീരുമാനിക്കട്ടെ, എന്ത് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കട്ടെ. ഇങ്ങനെ പറയാനായിട്ട് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന കുട്ടികൾ തയ്യാറാവും. നീ നോട്ടച്ചടിച്ചിട്ടാണോ ഈ ചേഞ്ച് ഉണ്ടാക്കാൻ പോയേക്കുന്നത്? സ്വീകരിച്ച ഇവിടെ മാമോദീസ കടയിലാണ് വന്നിരിക്കുന്നത്. ചെല്ലങ്ങോട്ട്. കുറച്ചുകൂടെ തീക്ഷ്ണതയുണ്ടാകട്ടെ, കുറച്ചുകൂടെ ആവേശമുണ്ടാകട്ടെ. വിശുദ്ധരെ ജീവിതത്തിൽ പ്രത്യാശയോടെ മുമ്പോട്ട് നമുക്ക് കാലുകൾ ചവിട്ടാം. സകല പ്രതിബന്ധങ്ങളെയും നേരിടാം. കർത്താവിന്റെ സഭ എന്നും ഭൂമിയിൽ എടി, എന്റെ ബന്ധുക്കാരാ. നീ ആ കൊച്ചിന് പുതിയ സെലക്ഷൻസ് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ കേട്ടോ. പള്ളിമണ്ഡലത്തിൽ ആരംഭിക്കുന്നു. നേർച്ചപ്പൂവന്റെ വില 10,000 രൂപയിൽ നിന്നും ആരംഭിക്കുകയാണ്. പൂവന്റെ വില 10,000 രൂപ, 10,000 രൂപ, 20,000 രൂപ. ദൈവചൈതന്യത്തിന്റെ അത്യുജയിൽ പുത്തൻമുറികൾ റെജി 20,000 രൂപ, റെജി 20,000 രൂപ. ആ മോളിരിക്കുന്ന ഇതാണ് ഞാൻ പറയുന്നത്. ഇയാളുടെ നേർച്ചപ്പൂവനെ അത് ആ ടോപ്പ് ഒന്ന് വേഗം എടുക്കണ്ട കൊച്ചേ. അതിങ്ങെടുത്തേ. ആ അതെ, നിനക്ക് ചേർന്നൊന്നുമില്ല. ആ വെള്ളപ്പുള്ളി ഉള്ളതൊന്നും ഇല്ല കേട്ടോ. ആ വെള്ളപ്പുള്ളിൽ കറുത്ത ബോർഡറല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്, കമല ബോർഡർ. ചാച്ച, പെരുന്നാളായിട്ട് സെലക്ഷൻ തീരെ കുറവാണല്ലോ. ഇതേണ്ട അവിടെ കുറച്ച് മുണ്ട് ഷർട്ട് ഇരിപ്പുണ്ട്. മോളെ അതുകൂടെ ഒന്ന് ഇടിയിപ്പിച്ച് നോക്ക്. ചാച്ച ഇതിനെത്രയാ? കൊച്ച ഇതിനെത്രയാ? 750. എന്റെ ചാച്ച ഇതൊരു 500 രൂപയ്ക്കേ ഉള്ളൂ. മോള് പറഞ്ഞതാ നമുക്ക് സീമാട്ടി പോവാന്ന്. പിന്നെ ഈ ഒരെണ്ണം വാങ്ങാനായിട്ട് അവിടം വരെയൊക്കെ പോണല്ലോ എന്ന് കരുതിയിട്ടാ. ഓടിച്ചില്ല. അവിടെ ആകുമ്പോ 500 അല്ല 300 കിട്ടും. ഇങ്ങോട്ടാ വാ വാ വെച്ചിട്ട് പോടി. ദൈവം സഹായിച്ചതുപോലത്തെ മൈരികളൊക്കെയാണല്ലോ ബന്ധുക്കളായിട്ട് കിട്ടുന്നത്.
നീ കഴിച്ചു കഴിഞ്ഞോ? എന്നാ കസാര കൊണ്ടുവന്ന് ഇവിടെ ഇട. ഇരിക്കോ സാർ. നീ പോയിട്ട് 2 ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചിടുക. പെട്ടെന്ന് വേണം. ഇത്തവണ പള്ളിപ്പെരുന്നാളായിട്ട് വലിയ അനക്കമൊന്നുമില്ലല്ലോ ജോണി. എൻ്റെ ജോസേ, ഇത്തവണത്തെ പെരുന്നാൾ ഒരു മൂഞ്ച പെരുന്നാളാണ്. അത് ശരി. കണ്ടില്ലേ, ഒറ്റ ഒരുത്തല്ല. അതെങ്ങനെ ഒരു വർക്കത്തില്ലാത്ത ഇനമാണെന്നേ. ചത്തേ ചതഞ്ഞേന്ന് മട്ട് നിൽക്കും. ആളുകൾ വരുമ്പോൾ ഒന്ന് അനങ്ങിയും പിടിച്ചുമൊക്കെ നിൽക്കണ്ടേ? അതിനെ പറഞ്ഞു വിട്ടിട്ട് വേറൊരെണ്ണത്തിനെ നിർത്തണം. ഈ ശമ്പളത്തിന് വേറെ ആരെ കിട്ടാനാ? ഇതാവുമ്പോൾ എന്തായാലും ഒന്ന് കൊടുത്താൽ മതി. വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ ഇവിടെ, അവളവിടെ പോയി. പ്രസവം. ഇവളുമാർക്കൊക്കെ പെറ്റു കൂട്ടിയാൽ പോരെ. നമ്മൾ മുതലാളിമാരുടെ സങ്കടം ആരോട് പറയാ? കുടിക്കോ സാർ? ഈയിടെ തണുത്ത് കുടിച്ച് അന്നേരം പല്ല്. പള്ളിന്നാ. ഹലോ, അന്തോണിയാ? വരാം. അച്ഛൻ വന്നോ ഇവിടെ? ശരി, വരേണ്. അപ്പം ശരി ജോണി, ഞാനൊന്നേ അത്യാവശ്യമായിട്ട് പള്ളിയിലൊന്ന് പോകും. അച്ഛൻ വന്നല്ലോ. ഞാനും വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങി. ശരി. ഡി, ഈ ഗ്ലാസ് എടുത്തോണ്ട് പോകും. വേണേ അത് നീ കുടിച്ചോ. അതൊക്കെ വേണ്ട. കൊണ്ടോ. പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ടുള്ളതാണ്. ഈ ധനലക്ഷ്മി യന്ത്രം മൂലം ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളും സന്തുഷ്ടരാണ്. ധനലക്ഷ്മി യന്ത്രത്തിന് ദിവ്യഋഷി സംസ്ഥാനം എന്റെ 1000 നന്ദി. കഴിയേണ്ട ആവശ്യമില്ല. ധനലക്ഷ്മിയുടെ ദയാദൃഷ്ടി നിങ്ങളിലും നിങ്ങളുടെ കുടുംബാംഗങ്ങളിലും വിശ്വസിക്കട്ടെ. നിനക്കെന്താടി തന്നെ ഏപ്പയില്ലേ? നീ എന്തിനാ അത്താച്ചാർന്ന് വർക്കത്തില്ലാത്തത്? പ്രേക്ഷകർ എന്നിവർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും വേണ്ടിയും ഭരണ
എന്താടി അമ്മേ അച്ഛന് ശ്വാസം മുട്ടിച്ചിട്ട് കൂടുതലാ. കുറച്ച് നേരത്തെ വരാവോ? ആ ഞാൻ ചോദിക്കട്ടെ അമ്മേ. ശരി. ചേട്ടാ അച്ഛന് വയ്യെന്ന്, ഞാൻ പൊക്കോട്ടെ? ആ ചെല്ല് ചെല്ല്, ശമ്പളം ഇനിയും കുറേ. ഒരു ശ്രീചക്രം ഇത് എല്ലാ ജോലി സ്ഥലത്തും സ്ഥാപിക്കാവുന്നതാണ്. ഇത് സമ്പത്ത് എങ്ങനെ കൊണ്ടുവരുന്നു എന്തെന്നാൽ മഴ കൊണ്ടുവരുന്നത് പോലെ ലക്ഷ്മി ചരണ പാതകം. ലക്ഷ്മി ചരണ പാതകം എവിടെയുണ്ടോ അവിടെ നിധി സ്വയം ഉണ്ടാകുന്നു. തന്നെയുമല്ല, നിങ്ങൾ